Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഒരു അടിപൊളി അറബിക് ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഉമ്മു അലി. ഈജിപ്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡെസേർട്ടുകളിൽ ഒന്നാണ് ഉമ്മു അലി. ബ്രെഡ് പുഡിംഗ് ആണിത്. ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം. പുഡിംഗ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഉമ്മുഅലിയുടെ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. ഇത് നമുക്ക് ക്രോസൻറ്റ് വെച്ചിട്ടും പഫ് പേസ്റ്റ് വെച്ചിട്ടും ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് ഉമ്മുഅലിയുടേത്. അപ്പോൾ ഈ കിടിലൻ പുഡിംഗ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. 8 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയാം. ഉമ്മു അലി നമ്മളിപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോ ഗ്യാസ് സ്റ്റോപ്പിലോ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ബ്രൗൺ സൈഡ് നമുക്ക് വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല. ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാം. 8 സ്ലൈസ് ബ്രെഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറവായതിനാൽ 2 ബ്രെഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 10 കാഷ്നട്ട്, 10 ബദാം, ബ്ലാക്ക് റൈസിൻസും 2 ടൈപ്പിലുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ളൊരു 1/4 കപ്പ് തേങ്ങ കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും തേങ്ങയുടെയും ഒരു പകുതിയോളം നമുക്ക് ഈ ബ്രെഡിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി അവസാനം ഇട്ട് കൊടുക്കാൻ വെക്കുക. ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡൊക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പാല് ചൂടാക്കിയെടുക്കാം. 2 കപ്പ് പാല് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10 സ്ലൈസ് ബ്രെഡിന് 2 കപ്പ് പാല്. അതിലേക്ക് ആവശ്യത്തിനുള്ള നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗറൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം നോക്കിയായിരുന്നു, കുറവായതിനാൽ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനൊക്കെ വെക്കുന്നതല്ലേ, അപ്പം മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഞാൻ ചൂടോട് കൂടിയിട്ട് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ബ്രെഡിന് മുകളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിൽ ബ്രെഡ് നല്ലോണം സോക്കായിട്ടിരിക്കണം. ബ്രെഡിന് മുകളിൽ വരെ പാല് ഉണ്ടായിരിക്കണം. 2 കപ്പ് പാലിന് 10 സ്ലൈസ് ബ്രെഡ് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. എന്നിട്ട് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ലെയർ കൂടി ചെയ്തെടുക്കാനുണ്ട്. ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിക്കുക. എന്നിട്ട് പാലിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലെയറിലൊക്കെ മധുരമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം. അതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യുക. ഏത് തിക്ക് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നെസ്ലയുടെ ടിൻ ക്രീമൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം.
മധുരം ചെക്ക് ചെയ്ത് നോക്കിയ ടൈമിൽ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പൗഡർ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താലാണ് ഉണ്ടാവുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ബ്രെഡിൽ നല്ലോണം പാല് സോക്കായിട്ടുണ്ടാവും. ഇനി ബ്രെഡിന് മുകളിലേക്ക് ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം തയ്യാറാക്കുന്ന ടൈമിൽ ഞാനൊരു തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ക്രീം എല്ലാ സൈഡിലും ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള തട്ടാണിത്. അതിന് ഒരു ലിഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനുള്ള കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഉമ്മുവാലി നമുക്ക് ചൂടോട് കൂടിയും തണിഞ്ഞിട്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായി തണുപ്പിച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഇത് തണിയാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങയും ഇട്ട് കൊടുക്കാം. ബദാം, കാഷ്യൂനട്ട്, 2 ടൈപ്പിലുള്ള മുന്തിരിയും പിസ്തയുമാണ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിക്കുന്ന ടൈമിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊരു 3-4 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നല്ലോണം തണുത്തിട്ട് കഴിക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ മുകളിലൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടാകും. ഇതിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് മുകളിലൊന്നും വലിയൊരു കളർ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാത്തത്. ഇതിനും പാർട്ടികളിലുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ കിടിലൻ പുഡിംഗ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മുവാലി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.